ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ ആദ്യത്തെ പാഠമായ റിപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നു വിളയ്ക്കാം. കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പ്രധാനമായും എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ എങ്ങനെയാണ് ഒരു ചെടി നടേണ്ടത്, പിന്നെയോ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങൾ വേണം, പിന്നെ നമ്മൾ സോയിങ്ങിനെ കുറിച്ചും സ്പ്രൗട്ടിങ്ങിനെ കുറിച്ചും പഠിച്ചു. സെക്ഷൽ റിപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഇത് ഈ പാഠത്തിൻ്റെ 2ാം ഭാഗമാണ്. കൂട്ടുകാരി, നമ്മൾ ഇതുവരെ എന്താണ് ഡിസ്കസ് ചെയ്തത്? വി ഹാവ് സീൻ സോ ഫാർ ഹൗ പ്ലാന്റ്സ് ഓഫ് ദ സെയിം കൈൻഡ് but with different qualities are combined together to form good quality sapling. What other methods can be used to produce better seeds? ഒരു ഇനത്തിൽപ്പെട്ടതും എന്നാൽ വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളതുമായ ചെടികളെ ഒരുമിച്ച് ചേർത്ത് പുതിയ മികച്ച തൈ ചെടികൾ ഉണ്ടാക്കുന്ന രീതികളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അത് ഏതൊക്കെയാണ്? ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്. എന്നാൽ നമുക്ക് മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഇതുപോലെ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? അതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള 2 ചെടിക്കും വ്യത്യസ്ത ഗുണങ്ങളാണുള്ളത്. ആ 2 ചെടിയെയും ഒരുമിച്ച് കൂട്ടി പുതിയ മികച്ച തൈച്ചെടി ഉണ്ടാക്കുന്ന രീതികളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്. എന്നാൽ മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഇതുപോലെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ആദ്യത്തെ മാർഗമാണ് ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. കൂട്ടുകാരി, ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ. കൂടാതെ അതിൻ്റെ കൂടെ കുറിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം എന്തിൻ്റേതാണ്? ഒരു തെങ്ങിൻ്റേത് തന്നെയാണ്. വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നാണ് പേര്. വെസ്റ്റ് കോസ്റ്റ് ടോൾ ടോൾ വെറൈറ്റിയിൽ പെട്ടതാണിത്. നീളം കൂടിയ ഇനത്തിൽ പെട്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? 20 to 30 മീറ്റർ ഹൈ, 20 മുതൽ 30 മീറ്റർ വരെ ഉയരമുണ്ടാകും. yields in 6 to 10 years, 6 മുതൽ 10 വർഷം വരെ കായ്ഫലം ലഭിക്കും. 6 മുതൽ 10 വർഷം വരെ കായ്ഫലം ലഭിക്കും. ലൈഫ് സ്പാൻ ഓഫ് 80 to 100 years, 80 മുതൽ 100 വർഷം വരെ ആയുസ്സുണ്ട്. ഗ്രീൻ കളേർഡ് കോക്കനട്ട്, പച്ച നിറമുള്ള തേങ്ങയായിരിക്കും. മേജർ വെറൈറ്റീസ്, പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി, ലാക്കഡി ഓർഡിനറി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചാവക്കാട് ഓറഞ്ച് ആണ്. ചാവക്കാട് ഓറഞ്ച് ഇത് ഡ്വാർഫ് വെറൈറ്റി, അതായത് നീളം കുറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ്. 8 to 10 മീറ്റർ ഹൈ, 8 മുതൽ 10 വരെ ഉയരമുണ്ടാകും. ടോൾ വെറൈറ്റിയിൽപ്പെട്ട വെസ്റ്റ് കോസ്റ്റ് ടോളിന് എത്രയായിരുന്നു ഹൈറ്റ്? 20 മുതൽ 30 മീറ്ററാണ്. എന്നാൽ ചാവക്കാട് ഓറഞ്ചിൻ്റെ, അതായത് നീളം കുറഞ്ഞ ഇനത്തിൽപ്പെട്ടതിന് 8 മുതൽ 10 വരെ മീറ്റർ ഉയരമാണുള്ളത്. yields in 4 to 5 years, 4 മുതൽ 5 വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും. വെസ്റ്റ് കോസ്റ്റ് ടോള് 6 മുതൽ 10 വർഷം കൊണ്ടാണ് കായ്ഫലം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ചാവക്കാട് ഓറഞ്ചിൽ നമുക്ക് 4-5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം ലഭിക്കും. ലൈഫ് സ്പാൻ ഓഫ് 30 to 35 ഇയേഴ്സ്, 30-35 വർഷം വരെ ആയുസ്സുണ്ട്. 30-35 വർഷം വരെ ആയുസ്സുണ്ട്. യെല്ലോ ഓറഞ്ച് ബ്രൗൺ കളേർഡ് കോക്കനട്ട്, മഞ്ഞ ഓറഞ്ച് തവിട്ട് നിറത്തിലുള്ള തേങ്ങയാണ് നമുക്ക് ലഭിക്കുന്നത്. മേജർ വെറൈറ്റീസ്, പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാവക്കാട് ഓറഞ്ച്, ചോഗട്ട് ഓറഞ്ച്, അതായത് ചാവക്കാട് ഓറഞ്ച് തന്നെയാണ്. പിന്നെയോ ചാവക്കാട് ഗ്രീന്, പിന്നെയോ ഗംഗബോധം. ഇത്രയാണ് പ്രധാന ഇനങ്ങൾ. ഫൈൻഡ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടോൾ ആൻഡ് ഡ്വാർഫ് വെറൈറ്റീസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. നീളം കൂടിയ ഇനങ്ങളുടെയും നീളം കുറഞ്ഞ ഇനങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും കണ്ടെത്തി എഴുതൂ. ആദ്യം നമുക്ക് ടോൾ വെറൈറ്റിയുടെ നീളം കൂടിയ ഇനത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് സ്പാൻ ഈസ് അപ് ടു 80 to 100 ഇയേഴ്സ്, 80 മുതൽ 80-100 വർഷം വരെ ആയുസ്സുണ്ട്. 80-100 വർഷം വരെ ആയുസ്സുണ്ട്.
അത് വലിയൊരു ഗുണമാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഹൈറ്റ് അപ് ടു 20-30 മീറ്റേഴ്സ്, 20-30 മീറ്റർ ഉയരം ഉണ്ടാകും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ടേക്ക് 6-10 ഇയേഴ്സ് ടു ഗിവ് yield, 6-10 വർഷം കൊണ്ടേ കായ്ഫലം ലഭിക്കുള്ളൂ. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇൻ ഡ്വാർഫ് വെറൈറ്റി, നീളം കുറഞ്ഞ ഇനത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈറ്റ് ഈസ് അപ് ടു 8-10 മീറ്റേഴ്സ്, 8-10 മീറ്റർ ഉയരം ഉണ്ടാകും. അത്രേ ഉയരം ഉണ്ടാകത്തുള്ളൂ. ടോൾ വെറൈറ്റിയെ അപേക്ഷിച്ച് ഇതിന് ഹൈറ്റ് കുറവാണ്. ഗിവ്സ് yield in 4-5 ഇയേഴ്സ്, 4-5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ ഈസ് അപ് ടു 30-35 ഇയേഴ്സ്, 30-35 വർഷം മാത്രമേ ആയുസുള്ളൂ. അതാണ് ഡിസഡ്വാൻറ്റേജ്. അടുത്തതായി, വാട്ട് വിൽ ബി ദ ക്വാളിറ്റീസ് ഓഫ് എ ന്യൂ സീഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് ടോൾ ആൻഡ് ഡ്വാർഫ് വെറൈറ്റീസ്? ഈ രണ്ട് ഇനത്തിൻ്റെയും ഗുണങ്ങൾ ചേർന്ന് പുതിയൊരു വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതിനെന്തെല്ലാം സവിശേഷതകൾ ഉണ്ടാകും? 8-10 മീറ്റേഴ്സ് ഹൈ, 8-10 മീറ്റർ ഉയരമേ ഉണ്ടാകുള്ളൂ. ഇറ്റ് ഗിവ്സ് ഫ്രൂട്ട് വിത്തിൻ 4 or 5 ഇയേഴ്സ്, 4-5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം തരും. ഇറ്റ് വിൽ ഹാവ് ലോങ് ലൈഫ് സ്പാൻ, കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കും. കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞു മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗമാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? കൂട്ടുകാർ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? Hybridization is the method of producing new seeds through artificial pollination between plants of same species but of different characteristics. Seeds formed in this manner may combine advantages, disadvantages, and mixed qualities of both the parent plants. Seeds with desired qualities are selected for these. ഒരേ വർഗത്തിൽപ്പെട്ടതും ഒരേ ഇനത്തിൽപ്പെട്ടതും എന്നാൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ, അതായത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ്, വെസ്റ്റ് കോസ്റ്റ് ടോളും ചാവക്കാട് ഓറഞ്ചും, അതുപോലെയുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം, കൂട്ടുകാർ പോളിനേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാകും. ചിലപ്പോൾ ദോഷമായിരിക്കും, ചിലപ്പം ഗുണങ്ങളായിരിക്കും, ചിലപ്പോൾ രണ്ടും കൂടി ചേർന്നതായിരിക്കും. ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. സീഡ്സ് വിത്ത് ഡിസൈർഡ് ക്വാളിറ്റീസ് ആർ സെലക്റ്റഡ് ഫോർ ദിസ്. കൂട്ടുകാരെ, വളരെ സിമ്പിളാണ്, നമുക്കൊന്ന് വായിക്കാം. ഹൈബ്രിഡൈസേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേ ഇനത്തിൽപ്പെട്ടത് എന്നാൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തെങ്ങിൻ്റെ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്, സങ്കര ഇനങ്ങളാണ്. ഒന്നാമതായി ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി ഉണ്ടാകുന്നതാണ് ചന്ദ്രലക്ഷ. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടാളും. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗബോധവും കൂടി ചേർന്നതാണ് ലക്ഷഗംഗ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങളുണ്ടാകും, ദോഷങ്ങളുണ്ടാകും, രണ്ടും കൂടി ചേർന്നതുണ്ടാകും, ദോഷവും ഗുണമൊക്കെ ചേർന്നതും ഉണ്ടാകും. നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിലും ഈ രീതിയിൽ മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ചില വിത്തിനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യം പാഡി, നെല്ലിൻ്റെ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ്, ഇതുപോലെ ചെയ്ത കുറച്ച് വെറൈറ്റീസ് കാണാം. പവിത്ര, ഹർഷ, അന്നപൂർണ. ഇനി പയർ, പി, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക്, ഗ്രീൻ ചില്ലി, ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ലേഡീസ് ഫിംഗർ, വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചാളിൻ്റെ വഴുതനയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ടൊമാറ്റോ, തക്കാളിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് മുക്തി, അനഘ, അക്ഷയ. കൂട്ടുകാരെ, ഹൈബ്രിഡ് വെറൈറ്റീസും ഹൈബ്രിഡൈസേഷൻ എന്താണെന്നും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടുകാരെ, ഇനി കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാവേണ്ടത്? വാട്ട് ഷുഡ് ബി
മെയ്ഡ് പോസിബിൾ ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. എന്തൊക്കെയാണ് സാധ്യമാവേണ്ടത്? മികച്ച ഉൽപ്പന്നം, ഹൈ ഈൽഡ്, ക്വിക്ക് ഈൽഡ്, വേഗത്തിൽ വിളവ് ലഭിക്കൽ, റെസിസ്റ്റൻറ്റ് ടു ഇൻഫെക്ഷൻസ്, രോഗബാധ ഇല്ലാതിരിക്കൽ, ലോവർ നർച്ചറിങ് കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ പരിചരണം, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ്, പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, മികച്ച വിത്ത്, നടീൽ വസ്തു ലഭ്യമാക്കൽ. എന്തൊക്കെയാണ് കൂട്ടുകാരെ കാർഷിക മേഖലയിൽ സാധ്യമാക്കേണ്ടത്? പറയൂ. മികച്ച ഉൽപ്പാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത്, നടീൽ വസ്തു ലഭ്യമാക്കൽ, ഹൈ ഈൽഡ്, ക്വിക്ക് ഈൽഡ്, റെസിസ്റ്റൻറ്റ് ടു ഇൻഫെക്ഷൻസ്, ലോവർ നർച്ചറിങ് കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. കൂട്ടുകാരി, ഇനി നമുക്ക് കേരളത്തിലുള്ള കുറച്ച് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക സർവകലാശാല KAU എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ണൂത്തി, തൃശ്ശൂർ. തൃശ്ശൂരിലെ മണ്ണൂത്തിയിലാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, ഇത് മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സ്ഥലം ചിലപ്പോൾ ഈ സ്ഥലത്തുള്ള കാർഷിക ഗവേഷണ കേന്ദ്രം ഏതാണ്, അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഏത് ജില്ലയിലാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ്, അങ്ങനെയൊക്കെ നമ്മളെ മത്സര പരീക്ഷകളിൽ USS പോലെയുള്ള മത്സര പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. കൂട്ടുകാരെ പഠിച്ചു വയ്ക്കണം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്തെ ശ്രീകാര്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടിലാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? RRII, കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, ഏതൊക്കെയാണ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. കൂട്ടുകാർ, ടിഷ്യൂ കൾച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ടിഷ്യൂ കൾച്ചർ? കൂട്ടുകാരുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ ഇസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ, അതായത് സെൽ, കൂട്ടുകാർ സെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ, ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ. ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു കൂട്ടം കോശങ്ങളെയാണ്, ഒരു കൂട്ടം സെല്ലിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. ഒരു ചെടിയുടെ സെല്ലിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലുകളിൽ നിന്നോ, അതായത് ടിഷ്യൂവിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. Plants with all parental qualities can be developed through this technology. മാതൃസസ്യത്തിൻ്റെ, അതായത് ഒരു പാരൻ്റ് പ്ലാന്റിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. This technology is effectively practiced in plants like plantain, pepper, cardamom, pineapple, etc. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. The peculiarity of this technology is that hundreds of plantlets with the same quality of parent plant can be produced from a plant. കൂട്ടുകാരെ, ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകളുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. ടിഷ്യൂ കൾച്ചറിൻ്റെ സവിശേഷത. കൂട്ടുകാരെ, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇൻ്റർനെറ്റിലൂടെ ലഭിക്കുന്നതാണ്. ടിഷ്യൂ കൾച്ചർ എന്താണ് കൂട്ടുകാരെ? ഒരു ചെടിയുടെ സെല്ലിൽ നിന്നോ അതോ ടിഷ്യൂയിൽ നിന്നോ, ഒരു കൂട്ടം സെല്ലുകളിൽ നിന്നോ പുതിയ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറിലൂടെ നമുക്ക് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള 100 കണക്കിന് ചെടികൾ വളർത്തിയെടുക്കാം. കൂട്ടുകാരെ, വളക്കൂറില്ലാത്ത മണ്ണിൽ നമ്മൾ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമുക്ക് കാര്യമായ വിളവൊന്നും ലഭിക്കണമെന്നില്ല. മണ്ണിൻ്റെ ഗുണമേന്മയാണ് ചെടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. Even if we use quality planting materials, the yield may not be good if the soil is not fertile.
ഗുഡ് ക്വാളിറ്റി സോയിൽ എൻഷുവേഴ്സ് ദ ഹെൽത്ത് ഓഫ് എ പ്ലാന്റ്. കൂട്ടുകാരെ, ഇനിയൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ബെനഫിറ്റ് ഓഫ് ഡെപ്പോസിറ്റിംഗ് പ്ലാന്റ് ഡെബ്രിസ് ഇൻ ദ സോയിൽ ആഫ്റ്റർ കൾട്ടിവേഷൻ? വിളവെടുപ്പ് കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? എന്താണ് നേട്ടം? The nutrients provided by one kind of plant debris is not the same supplied by another. The more diverse the plant's debris that decomposes in the soil, the higher the fertility of the soil. കൂട്ടുകാരെ, ഒരു ചെടിയുടെ അവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു ചെടിയുടെ അവശിഷ്ടം നൽകുന്നത്. രണ്ടിൻ്റെ ഗുണം ഒന്നാവണമെന്നില്ല. വൈവിധ്യമാർന്ന സസ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ മണ്ണിന് ലഭിക്കും. കൂട്ടുകാരുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് ഒന്നും കൂട്ടുകാർ കളയണ്ട, അത് മണ്ണിലേക്ക് ഇട്ടാൽ മതി. കൂട്ടുകാരുടെ പറമ്പുണ്ടെങ്കിൽ അവിടേക്ക് ഇട്ടാൽ മതി. കൂട്ടുകാരെ, കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിക്കുന്ന ചില മാർഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഇന്റർക്രോപ്പ്, രണ്ടാമതായി ക്രോപ്പ് റൊട്ടേഷൻ. എന്താണ് ഇന്റർക്രോപ്പ് എന്ന് പറയുന്നത്? ഷോർട്ട് ടേം ക്രോപ്സ് cultivated among the main crop in such a way that they do not harm the main crop are called intercrops. They help in maintaining soil fertility. കൂട്ടുകാരെ, എന്താണ് ഇന്റർക്രോപ്പ് അഥവാ ഇടവിള? പ്രധാന വിളകൾക്കിടയിൽ നമ്മളിപ്പോൾ തെങ്ങോ കവുങ്ങോ നട്ടിട്ടുണ്ടാകും. അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള ഇന്റർക്രോപ്പ് എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. കൂട്ടുകാരെ, തെങ്ങിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ നമ്മൾ കവുങ്ങൊക്കെയുള്ള ഒരു പറമ്പായിരിക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ കൃഷി നടത്തും. ചെറിയ കൃഷി, വലിയ മരങ്ങളൊന്നല്ല, ചെറിയ കൃഷി നടത്തും. അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അതിന് ദോഷം വരാത്ത രീതിയിൽ, അതിനാണ് നമ്മൾ ഇന്റർക്രോപ്പ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഫലഭൂഷ്ടി നിലനിർത്തലാണ്. നമുക്കൊരു ചോദ്യമുണ്ട്. Which are the intercrops cultivated in coconut fields? Observe and write them down in your science diary. തെങ്ങിൻ തോട്ടത്തിൽ ഏതെല്ലാം ഇടവിളകൾ കൃഷി ചെയ്യാറുണ്ട്? ഏതെല്ലാം ഇന്റർക്രോപ്പാണ് കൃഷി ചെയ്യുന്നത്? നിങ്ങൾ നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരി, ഏതൊക്കെയാണ് തെങ്ങിൻ തോട്ടത്തിൽ നമ്മൾ നടാറുള്ളത്? പെപ്പർ, എലിഫന്റ് ഫ്രൂട്ട് യാം, ബനാന, ലിറ്റിൽ യാം, ജിഞ്ചർ, ടെർമറിക്. കൂട്ടുകാരെ, ഇതെല്ലാമാണ് നമ്മൾ തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളകളായി കൃഷി ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ, വിളപര്യയം എന്താണെന്ന് നോക്കാം. കൾട്ടിവേറ്റിംഗ് എ ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ദ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഏർലിയർ ഇസ് കോൾഡ് ക്രോപ്പ് റൊട്ടേഷൻ. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. ഹാവ് യു നോട്ടീസ് ദ കൾട്ടിവേഷൻ ഓഫ് wheat, ബ്ലാക്ക് ഗ്രാം എക്സെട്ര ഇൻ ഇൻ്റർവൽസ് ഇൻ പാഡി ഫീൽഡ്സ്? കൂട്ടുകാർ, പൂൾ അഥവാ കപ്പയുടെ കൃഷിക്ക് ശേഷം നമ്മൾ പയർ, പച്ചക്കറികളൊക്കെ നട്ടു വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡസ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ബ്രിങ് അബൌട്ട് എനി ഇൻക്രീസ് ഇൻ സോയിൽ ഫെർട്ടിലിറ്റി? വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലഭൂഷ്ടിയിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. റെമനൻസ് ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ജോയിൻ ദ സോയിൽ ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ. വിളകളുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ ചേരുമ്പോൾ മണ്ണ് കൂടുതൽ ഫലഭൂഷ്ടിയുള്ളതാകും. ഡിഫറെൻറ്റ് ക്രോപ്സ് യൂട്ടിലൈസ് ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ്. ഓരോ വിളകളും ഓരോ ന്യൂട്രിയൻസ്, ഓരോ പോഷകങ്ങളാണ് ഉപയോഗിക്കുന്നത്. The same nutrient is not used up. There remains some nutrients always. കൂട്ടുകാരി, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെഗുമിനസ് പ്ലാന്റ്സ് ആണ്. ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയർ വർഗ്ഗങ്ങൾ. നൈട്രജൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. സസ്യങ്ങളുടെ, അതായത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ്, ഒരു ഘടകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. കൂട്ടുകാർക്കറിയാമല്ലോ, plants cannot absorb atmospheric nitrogen directly, but they absorb the nitrate salts dissolved in water. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിലുള്ള നൈട്രജനെ അവർക്ക് നേരിട്ട്, അതായത് സസ്യങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ കഴിവില്ല, അവർക്ക് അതിനുള്ള കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് അവർ വലിച്ചെടുക്കുന്നത്. Some of the bacteria can convert atmospheric nitrogen to nitrate. ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്.
Rhizobium is one such bacterium. They live in the roots of plants like pea, mimosa, touch-me-not, common tephrosia, hosegram and black gram and absorb atmospheric nitrogen. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം എന്ന് പറയുന്നത്. പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ താമസിച്ച് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുക്കുന്നു. When these plants decay, the plant nutrients are added to the soil. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ അതിലുള്ള സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുന്നു. കൂട്ടുകാർ, ഈ വേരൊന്ന് നോക്കൂ. ഇതിൽ കൂട്ടുകാർ ഒരു ഉണ്ടകൾ പോലെ കാണുന്നില്ലേ? അതെന്താണെന്ന് അറിയാമോ? നൊഡ്യൂൾസ് ആണ്. റൂട്ട് നൊഡ്യൂൾസ് എന്നാണ് അതിന് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് റൈസോബിയം അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. ലെഗുമിനസ് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് പീ, മിമോസ, അതായത് മിമോസ എന്ന് പറയുന്നത് തൊട്ടാവാടിയാണ്, കോമൺ ടെഫ്രോസിയ അതായത് കൊഴിഞ്ഞിൽ, ഹോസ്ഗ്രാം, മുതിര ആൻഡ് ബ്ലാക്ക് ഗ്രാം ഉഴുന്ന്. ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് നൈട്രജൻ. എന്നാൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ, നമ്മുടെ വായുവിലുള്ള നൈട്രജനെ അവർക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ സാധിക്കില്ല. അവർ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. അതിലൊന്നാണ് റൈസോബിയം. കൂടാതെ അസറ്റോബാക്ടറും ഉണ്ട്. പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് ഈ സസ്യങ്ങളുടെ വേരിൽ ഇവ താമസിച്ച് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുക്കും. ഇനി ഈ സസ്യങ്ങൾ, അതായത് പയറ്, തൊട്ടാവാടി പോലുള്ള ഈ സസ്യങ്ങൾ നശിച്ചു പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിലുള്ള സസ്യപോഷകങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരും. അപ്പോൾ മണ്ണ് കൂടുതൽ വളക്കൂറുള്ളതാവും. Observe the roots of leguminous plants. Don't you see nodules on their roots? പഴവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരൊന്ന് നിരീക്ഷിക്കൂ. കൂട്ടുകാർ, ഈ വേരൊന്ന് നോക്കൂ. വേരുകളിൽ മുഴകൾ കാണുന്നില്ലേ? നൊഡ്യൂൾസ് കാണുന്നുണ്ട്. യെസ്. What are the benefits of cultivating leguminous plants? പഴവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾ, അതായത് ലെഗുമിനസ് പ്ലാന്റ്സ് കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? Rhizobium bacterium lives in the roots of plants like pea, mimosa, common tephrosia, hosegram and black gram. They absorb atmospheric nitrogen and keeps them in their roots as nitrates. When these plants decay, the plant nutrients are added to the soil. കൂട്ടുകാരി, റൈസോബിയം പോലുള്ള ബാക്ടീരിയ പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയവയുടെ സസ്യങ്ങളുടെ വേരിൽ താമസിച്ച് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുക്കും. എന്നിട്ടത് അവരുടെ വേരുകളിൽ സൂക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് ഈ സസ്യങ്ങൾ നശിച്ചു പോയാൽ, ഡീക്കേ ആയാൽ അതിലുള്ള സസ്യപോഷകങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരും. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഫെർട്ടിലൈസേഴ്സും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഫെർട്ടിലൈസേഴ്സും. കൂട്ടുകാരെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ബയോ പെസ്റ്റിസൈഡ്സ് നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടൊബാക്കോ ഡിക്കോഷൻ, നീം കേക്ക്, നീം ഓയിൽ, എംല്യൂഷൻ. കൂടാതെ പപ്പായ ലീഫ് ഡിക്കോഷൻ ഉണ്ട്. കൂട്ടുകാരെ, നമുക്ക് ടൊബാക്കോ ഡിക്കോഷൻ അഥവാ പുകയില കഷായം എന്താണെന്ന് നോക്കാം. Cut 1 kilogram tobacco into small pieces. Soak them in 50 liters of water for 1 day. Filter this and dissolve 100 grams scraped bar soap in it by stirring well. Tobacco pesticide is ready. Dilute this by adding double the quantity of water and spray on plants. 1 കിലോഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 15 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. 15 ലിറ്റർ വെള്ളത്തിൽ ഇത് അരിച്ചെടുത്ത് ഒരു ദിവസം കഴിഞ്ഞാൽ അത് അരിച്ചെടുത്ത് 100 ഗ്രാം ബാർ സോപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ഇളക്കി ലയിപ്പിക്കുക. പുകയില കീടനാശിനി ഇപ്പോൾ തയ്യാറായി. ഇതിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത്, അതായത് 30 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. അടുത്തതായി വേപ്പിൻ പിണ്ണാക്ക്, നീം കേക്ക്. Adding neem cake, castor cake, etc. to the soil helps to control worms that attack roots. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർക്കുന്നത് വേരുകളെ ആക്രമിക്കുന്ന വിരകളെ നിയന്ത്രിക്കാൻ സഹായിക്കും.
ഇനി നീം ഓയിൽ എമൽഷൻ, വേപ്പെണ്ണ എമൽഷൻ. Dissolve 60 grams soap in half liter water. Mix it with 1 liter of neem oil and stir well. Dilute it with 10 liter water and spray on plants. 60 gram സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. 60 ഗ്രാം സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇത് 1 ലിറ്റർ വേപ്പെണ്ണയുമായി ചേർത്തിളക്കുക. 10 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം. 10 ലിറ്റർ വെള്ളം പിന്നീട് ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികളിൽ തളിക്കാവുന്നതാണ്. കൂട്ടുകാരെ, ബയോപെസ്റ്റിസൈഡ്സ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ച് ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ പേര്, ജൈവ വളങ്ങളുടെ പേര് പരിചയപ്പെടാം. കൗ ഡങ്ക്, ഗ്രീൻ മാനുവർ, കോമ്പോസ്റ്റ് മാനുവർ, ഫിഷ് മാനുവർ, പൗൾട്രി ഡ്രോപ്പിംഗ്സ്, ഗോഡ് ഡ്രോപ്പിംഗ്സ്, ബോൾ മീൽ. ചാണകം, പച്ചില വളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി. കൂട്ടുകാർക്ക് ഇപ്പോൾ കൃഷി ചെയ്യാനുള്ള താല്പര്യമുണ്ടോ? കൂട്ടുകാരുടെ വീട്ടിൽ ചുരുങ്ങിയത് 2-3 പച്ചക്കറികളെങ്കിലും നടണം. 2-3 ഇനം പച്ചക്കറികളെങ്കിലും നടണം. കൂട്ടുകാരെ, കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് കർഷകരുമായി ബീന നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. കൂട്ടുകാരെ, അത് വായിച്ചു നോക്കണം. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചോദിക്കാനില്ലേ? ഡു യു സ്റ്റിൽ ഹാവ് മോർ ക്വസ്റ്റ്യൻ ടു ആസ്ക്? ബീന ചോദിച്ചത് കൂടാതെ കൂട്ടുകാർക്ക് ഇനിയും കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവില്ലേ? ഒരു കർഷകരുമായോ കൃഷി ഓഫീസറുമായോ അഭിമുഖം നടത്തുന്നതിന് കൂട്ടുകാരുമായി ആലോചിച്ച് ഒരു ചോദ്യാവലി തയ്യാറാക്കുമല്ലോ. അഭിമുഖത്തിലൂടെ ശേഖരിച്ച വിവരങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ആഫ്റ്റർ ഡിസ്കസിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്, prepare a questionnaire to interview a farmer or agricultural officer. Don't forget to write the information gathered from the interview in your science diary. നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം? കൂട്ടുകാർ പറയൂ. കൂട്ടുകാർ ഒരു കൃഷി ഓഫീസറെയോ കർഷകനെയോ കണ്ടുമുട്ടിയാൽ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും? Can we spray the pest in all the part of the plant like stem, root, branch, leaves, flowers, etc.? Maybe it is possible. നമുക്ക് പെസ്റ്റിസൈഡ്, അതായത് കീടനാശിനികൾ ഒരു ചെടിയുടെ എല്ലാ ഭാഗത്തും തളിക്കാൻ സാധിക്കുമോ? അത് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ചില്ലകളിലും ഇലകളിലും അതിൻ്റെ പൂക്കളിലും മൊട്ടുകളിലും തണ്ടുകളിലും എല്ലാ സ്ഥലത്തും നമുക്ക് ഈ പെസ്റ്റിസൈഡ് ഉണ്ടാവുമല്ലോ, കീടനാശിനി. അത് സ്പ്രേ ചെയ്യാൻ തളിക്കാൻ സാധിക്കുമോ എന്നതാണ് ആദ്യത്തെ ഒരു സംശയം, ഒരു ചോദ്യാവലി. വാട്ട് ആർ ദ പെസ്റ്റിസൈഡ് ഡു യു യൂസ്? നിങ്ങൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് മാന്യൂർ ആൻഡ് ബയോ ഫെർട്ടിലൈസർ? വാട്ട് ഈസ് മീൻ ബൈ നാച്ചുറൽ ക്വാളിറ്റീസ് ഓഫ് ദ സോയിൽ? ഇതുപോലെ കൂട്ടുകാർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കൂട്ടുകാർക്കുള്ള സംശയങ്ങൾ എഴുതാൻ മറക്കരുത്. കൂട്ടുകാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കൂട്ടുകാർ ഈ ക്വസ്റ്റ്യനയറിൽ ചേർത്ത് എഴുതണം. ഡു വി കൾട്ടിവേറ്റ് ഓൺലി ഫുഡ് ക്രോപ്സ്? നമ്മൾ ഭക്ഷ്യവിളകൾ മാത്രമാണോ കൃഷി ചെയ്യുന്നത്? നോ. വിച്ച് അതർ ക്രോപ്സ് ഡു വി കൾട്ടിവേറ്റ്? മറ്റെന്തെല്ലാം വിളകളാണ് കൃഷി ചെയ്യാറുള്ളത്? ഫ്ലോറികൾച്ചർ, അതായത് പുഷ്പകൃഷി. നമ്മൾ പൂക്കളൊക്കെ വളർത്താലില്ലേ, അതാണ് ഫ്ലോറികൾച്ചർ അഥവാ പുഷ്പകൃഷി. ടീ പ്ലാന്റേഷൻ, തേയില കൃഷി. കൂട്ടുകാർ വയനാട്ടിലൊക്കെ പോകുമ്പോൾ കാണാം, അവിടെ തേയില കൃഷിയാണ്. ഇടുക്കിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓർണമെൻ്റൽ പ്ലാന്റ് കൾട്ടിവേഷൻ, അലങ്കാര സസ്യകൃഷി. ഇനി നമ്മൾ പരുത്തി കൃഷി, കോട്ടൺ എന്താണെന്ന് നോക്കാം. കോട്ടൺ ഈസ് an important fiber crop cultivated in India. The cotton and the seeds are separated from mature cotton bolls. Thread is obtained from cotton. Cotton seeds is used as cattle feed. The oil obtained from cotton seeds is used for industrial purposes. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ്, ഫൈബർ ക്രോപ്പാണ് പരുത്തി അഥവാ കോട്ടൺ. പൂർണ്ണ വളർച്ചയെത്തിയ കോട്ടൺ കായകളിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കും. പഞ്ഞിയിൽ നിന്ന് നമ്മൾ നൂലുണ്ടാക്കുന്നു. പരുത്തിക്കുരു, അതായത് കോട്ടൻ്റെ കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. കോട്ടൺ കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ ഇൻഡസ്ട്രിയൽ പർപ്പസ്, അതായത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ജ്യൂട്ട്, ചണം. India is the largest producer of jute in the world. Jute fiber is obtained from the stem of the jute plant. Jute sheaves are first soaked in water for retting. They are then beaten to separate the fibers. Sack thread is made of jute fiber.
ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതൊരു പോയിൻ്റാണ്. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ, അതായത് ജ്യൂട്ടിൻ്റെ കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുക്കിയതിന് ശേഷം തല്ലി ചതച്ചാണ് നാരുകൾ വേർപെടുന്നത്. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. ചാക്കുനൂൽ കാണാനില്ലേ? അത് ചണനാരുകളാണ്, ജ്യൂട്ട് ഫൈബറാണ്. അടുത്തതായി കയർ. Coconut husk is soaked in water. This is beaten to separate fibers. These fibers are woven to make different types of kaya products. നാളികേര തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഇവ പിരിച്ച് പലതരം കയറുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സംയോജിത കൃഷിയാണ്, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണ്? കൂട്ടുകാരി ചിത്രം ഒന്ന് നോക്കൂ. നോട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് പ്ലേസിംഗ് ദ ഡക്ക് കൂപ്പ് അബവ് ദ ഫിഷ് പോണ്ട്. The leftover food of the duck will be available to the fish. Moreover, droppings of duck will promote the growth of aquatic plants. Aquatic plants are food for fish. At the same time, insects, algae, snails, and small frogs in the pond will become food for ducks. താറാവ് കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നോക്കൂ. താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും. താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ, അതായത് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ വർധനവിന് വളരുന്നതിന് കാരണമാവും. ജലസസ്യങ്ങൾ അഥവാ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് മത്സ്യങ്ങളുടെ ആഹാരമാണ്. ജലാശയത്തിലെ കീടങ്ങൾ, പായലുകൾ, ഒച്ച, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിന് ഭക്ഷണമായി ലഭിക്കും. അടുത്തത് അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ റിയറിംഗ്. Agriculture and cattle rearing are integrated farming method in Kerala that existed traditionally. കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സംയോജിത കൃഷി രീതിയാണ്. Cows and buffaloes can be reared along with paddy cultivation. നെൽകൃഷിയോടൊപ്പം നമുക്ക് പശുക്കളെയും എരുമകളെയും വളർത്താം, അല്ലേ? Fodder grass can be cultivated in coconut fields and rubber plantation. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്യാം. The straw obtained from paddy cultivation, the bran obtained from husking paddy grains etc. can be given to cattle as fodder. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോല്, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. Goats, ducks, hens etc. can be reared in coconut fields. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയെ വളർത്താം. കൂട്ടുകാരെ, ഇനി നമുക്ക് ലെറ്റർ സക്സസ് നോക്കാം. കൂട്ടുകാരെ, ലെറ്റർ സക്സസിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? Which of the following activities increases the fertility of soil? ഏത് പ്രവർത്തനമാണ് മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നത്? ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. റിപ്പീറ്റിംഗ് ദ സെയിം കൾട്ടിവേഷൻ. ഒരേ കൃഷി ആവർത്തിച്ചു ചെയ്യുന്നു. അത് മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുമോ? ഇല്ല. രണ്ടാമതായി, ലിവിങ് അഗ്രികൾച്ചർ റിമെയിൻസ് ഓൺ സോയിൽ. കാർഷിക അവശിഷ്ടങ്ങൾ മണ്ണിൽ ഉപേക്ഷിക്കുന്നു. കൂട്ടുകാരെ, അത് മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കും, അല്ലേ? രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? Which of the following statement is true of grafted mango tree? ഒട്ടുമാവിനെ, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു മാവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമതായി, ആയുർദൈർഘ്യം കൂടുതലായിരിക്കും. ഹാസ് ഗ്രേറ്റർ ലൈഫ് സ്പാൻ. ശരിയാണോ? അല്ല. റിക്വയർസ് ലെസ് നർച്ചറിങ്. കുറഞ്ഞ പരിചരണം മതി. ശരിയാണോ? അല്ല. അടുത്തതായി, ഈൽഡ്സ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. കുറഞ്ഞ കാലം കൊണ്ട് കായ്ക്കും. അതാണ് ശരിയായിട്ടുള്ളത്. ഒട്ടുമാവിനെ സംബന്ധിച്ച്, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു മാംഗോ ട്രീയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് കുറഞ്ഞ കാലം കൊണ്ട് കായ്ക്കും. ഈൽഡ്സ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഫോർമുലേറ്റ് ഇൻഫറൻസസ് ബേസ്ഡ് ഓൺ ദി ടേബിൾ ആൻഡ് റെക്കോർഡ് യുവർ ഒപ്പീനിയൻ. പട്ടികയുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങൾ രൂപീകരിച്ച് അഭിപ്രായം എഴുതുക. ബയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് 2 ടേബിൾ നൽകിയിട്ടുണ്ട്. ജൈവവളം എന്താണെന്നും രാസവളം എന്താണെന്നും. എന്താണ് ജൈവവളത്തിൻ്റെ ടേബിളിൽ നൽകിയിരിക്കുന്ന പോയിന്റ്സ്? നോട്ട് ഹാംഫുൾ ടു സോയിൽ. മണ്ണിന് ദോഷകരമല്ല. ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം. നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ കഴിയും. ലെസ് എക്സ്പെൻസീവ്. റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി.
ചിലവ് കുറവാണ്, കൂടുതൽ അളവിൽ വേണം. മിക്സ് സ്ലോലി വിത്ത് സോയിൽ, സാവധാനത്തിലാണ് മണ്ണിൽ ചേരുകയുള്ളൂ. cannot be provided as specific salt, നിശ്ചിത ലവണം മാത്രമായി നൽകാൻ കഴിയില്ല. ഇനി കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളത്തിൻ്റെ കോളത്തിൽ എഴുതിയത് എന്താണ്? ഡിസ്ട്രോയ് സോയിൽ കമ്പോസിഷൻ, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺലി ഓൺ ഇൻഡസ്ട്രിയൽ ബേസിസ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ. റിക്വയർഡ് ഇൻ ലെസ് ക്വാണ്ടിറ്റി, കുറഞ്ഞ അളവിൽ മതി. മിക്സസ് ക്വിക്ലി വിത്ത് സോയിൽ, വേഗത്തിൽ മണ്ണിൽ ചേരുന്നു. ക്യാൻ ബി പ്രൊവൈഡഡ് ആസ് എ സ്പെസിഫിക് സാൾട്ട്, നിശ്ചിത ലവണം മാത്രമായി നൽകാൻ കഴിയും. കൂട്ടുകാരെ, ബയോ ഫെർട്ടിലൈസർ ആണോ അതോ കെമിക്കൽ ഫെർട്ടിലൈസർ ആണോ കൂടുതൽ ഉത്തമം? ബയോ ഫെർട്ടിലൈസറാണ്, ജൈവവളമാണ് അല്ലേ. നമ്മൾ മണ്ണിന് ദോഷകരമായി ഒന്നും ചെയ്യാൻ പാടില്ല. ഓർഗാനിക് മാനർ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ദ സോയിൽ. ഇറ്റ് ഈസ് ചീപ്പർ ടു പ്രൊഡ്യൂസ് അറ്റ് ഹോം. Although plants can absorb chemical fertilizers too, they destroy the natural qualities of the soil. Excessive use of organic manures will not only adversely affect the quality of the soil but improves it. So organic manure are desirable for sustainable agriculture. കൂട്ടുകാരെ, നമ്മുടെ പാഠം അവസാനിച്ചു. കൂട്ടുകാർക്ക് ഇനി ഏതെങ്കിലും ക്ലാസ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.